വാസ്തുശാസ്ത്രം വലിയ തോതിൽ തട്ടിപ്പിന് ആൾക്കാർ ഇരയാകുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഈ വാസ്തുവിൻ്റെ ശാസ്ത്രീയത എന്താണ്? തട്ടിപ്പിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഒരു ചോദ്യമാണ്. നമ്മളിപ്പോൾ സാധാരണ വാസ്തുശാസ്ത്രം എല്ലാ ഏരിയയിലും എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രം കണക്കാണ്. ഈ കണക്കിൽ നമ്മൾ കണക്കുകൾ മാത്രം കൂട്ടിയെടുക്കുന്ന ഒരു സംവിധാനമാണ്. കേരള വാസ്തുവിൽ ഇപ്പം കോലും അങ്കുലവും ഇത് മാത്രം നോക്കുന്ന ഒരു പ്രവണത. അതിനകത്ത് പഞ്ചഭൂതങ്ങളുടെ വികേന്ദ്രീകരണം, പഞ്ചഭൂതാത്മകമായ കാര്യങ്ങളെല്ലാം അതെങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാതെ തന്നെ ചിലപ്പോൾ കണക്ക് മാത്രം നോക്കി പോകുന്ന ഒരവസ്ഥ. ഇതിൽ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് പണിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാം, കണക്കിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജ്യോതിഷനെ കാണുകയോ വാസ്തു ആചാര്യനെ കാണുകയോ ചെയ്യുമ്പോൾ അവരിതിൻ്റെ പേരിൽ ഭയങ്കരമായ പൂജകളും വെട്ടിപ്പൊളിക്കലും കൂട്ടിച്ചേർക്കലും ഈ വീട്ടുകാരനാകെ താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു പ്രവണത ഇന്ന് ഇവ നാട്ടിൻപുറത്ത് മുഴുവൻ കണ്ടുവരുന്നു. നമ്മളൊരു വീട് വെച്ചു, ആ വീടിന് ചെറിയ ന്യൂനതകളുണ്ടെങ്കിൽ ആ ന്യൂനതകൾ മാത്രം പരിഹരിച്ചാൽ ഇവൻ്റെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ആ പോക്കറ്റ് കാലിയാകാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൊടുത്ത് ഐശ്വര്യം പ്രദാനം ചെയ്ത് സൗഭാഗ്യത്തിലേക്ക് നയിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്നെന്നും വീട്ടിലെ ഐശ്വര്യം പിള്ളേർക്കും സൽസന്താനങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന രീതിയിലേക്കൊരു കണക്ക് കൂട്ടിയെടുത്ത് കൊടുക്കേണ്ടതിന് പകരം പൂജയുടെ പേരിൽ കുറേ യന്ത്രങ്ങൾ, ലോക്കറ്റ് ഇതൊക്കെ സ്ഥാപിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ അനുഭവമാണ്, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ നമ്മുടെ ഇതിനെ തന്നെ ഈ ശാഖയെ തന്നെ ഈ ശാസ്ത്ര ശാഖയെ തന്നെ അഥർവവേദത്തിൻ്റെ ഈ ശാസ്ത്ര ശാഖയെ വെറുതെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പൂജകളും തട്ടിപ്പുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണം പരിഹാരം പൂജകളാണോ? പരിഹാരം പൂജ മാത്രമല്ല. പൂജ ചിലപ്പോൾ ഒരു പക്ഷേ ആ വീട്ടിലെ മറ്റ് ദോഷങ്ങളെ കൂടി നമ്മൾ നോക്കണം. കാരണം ആ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സർപ്പദോഷമോ പിതൃദോഷമോ രക്ഷസിൻ്റെ ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചില പൂജകളൊക്കെ ആവാം. പക്ഷേ ഈ വാസ്തുദോഷം മൊത്തത്തിൽ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞൊരു പൂജ പദ്ധതി എനിക്ക് അറിയില്ല. നമ്മൾ ഒത്തിരി പൂജകളൊക്കെ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ചെയ്യിച്ചിട്ടുണ്ട്. അത് ഐശ്വര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേരിലൊരു ഇത് ഇത്ര രൂപയുടെ സാധനങ്ങൾ, ഇത്ര രൂപയുടെ ഇത് ഇല്ല, അങ്ങനെയല്ല. ശരിക്കും വാസ്തു കണക്ക് തെറ്റിയാൽ കണക്ക് ശരിയാക്കണം. വാസ്തു കണക്ക് ശരിയാക്കി വാസ്തുവിൻ്റെ നേർവഴിക്ക് എല്ലാ ഇതും ചാനലുകളും ഇട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ സമ്പത്തിങ്ങനെ കുന്നുകളായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ വീട്ടിലേക്ക് നാനാ തുറകളിൽ നിന്നും അയാൾക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും, മറ്റ് ജോലിയിലാണെങ്കിൽ പ്രൊമോഷൻ ഉണ്ടാവും, വീട്ടിലുള്ള എല്ലാവർക്കും തമ്മിൽ ഐക്യം ഉണ്ടാവും. അതല്ല, ചിലപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കലഹമായിരിക്കും. നല്ലൊരു വീടാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, സമ്പൽ സമൃദ്ധി എന്നും ഉണ്ടാവും. നമ്മൾ എന്നും ഒരു ഈ വാസ്തുവൊക്കെ നോക്കിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ലതിലേക്ക് നയിക്കാൻ വേണ്ടിയല്ലേ. അപ്പം ഈ നല്ലതിലേക്ക് നയിക്കേണ്ടതിന് പകരം നമ്മൾ പോയിട്ട് നമ്മളുണ്ടാക്കി കൊടുക്കുന്ന സാധനം ആ വീട്ടുകാരന് കൊളായി അല്ലെങ്കിൽ കുഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ശാസ്ത്രത്തിനല്ലേ തെറ്റ് പറയണ്ടേ. അങ്ങനെ ഇതിനകത്ത് ഇതിനകത്തും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും ചില ആൾക്കാരുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇത് തന്നെ ഒത്തിരി മറ്റ് ഇതുകൾ ചെയ്തു വെച്ചിട്ട് വീടുകളിൽ നിറച്ച് പ്രതിമകളും അതുമെല്ലാം വയ്ക്കുന്നുണ്ട്. അതും ഓരോ ഇത് കഴിയുമ്പോൾ ഓരോ ഈ നമ്മൾ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനും ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അത് പറയുന്നുണ്ട്, ശരിയാണ്. ഇത് ഒരു വീട്ടുകാരന് തിരിച്ചടികളുണ്ടാകുമ്പോൾ അയാൾ ഉടനെ ഇതിനെ പഴി പറയും. അപ്പം മൊത്തത്തിൽ ഈ ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഈ ശാഖയെ തന്നെ, കാരണം ബുദ്ധിമുട്ടിയിരിക്കണവന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് നമ്മളൊരു സാധനം കൊണ്ടു കൊടുത്തു, തൽക്കാലം രക്ഷപ്പെട്ടു. നമ്മളൊരു കേസുണ്ടെങ്കിൽ ഒരു സ്റ്റേ മേടിച്ചു, ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് അടുത്ത നടപടിയിലേക്ക് പോകണ്ടേ. ഇത് ഒരു സാധനം വച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകും, ലക്ക് ഉണ്ടാകും, ഭാഗ്യം ഉണ്ടായി. അത് നമ്മളുടെ ഈ ഇതിൻ്റെ സമയം മാറിക്കൊണ്ടിരിക്കുമ്പം ഈ സാധനം ചേഞ്ച് ചെയ്യാൻ പാടില്ലല്ലോ. വാസ്തു എന്ന് പറഞ്ഞാൽ വാസ്തു പുരുഷൻ വടക്ക് കിഴക്ക് തലയായിട്ട് കിടക്കുന്ന ഒരു സങ്കല്പമാണ്. അതിന് 64 ഖണ്ഡങ്ങളായിട്ട് 64 ഉപദേവന്മാരും എല്ലാവരും ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ
മറ്റ് എനർജികൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിയുമ്പോൾ അത് ചിലപ്പം തിരിച്ചടികളൊക്കെ ഉണ്ടാകാതിരിക്കാം. ശരിക്കും നമുക്ക് ഒരു ശരിയായ വാസ്തു നോക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വീട് പണിയുന്ന അതിന് മുന്നേ തന്നെ നമ്മളെ കുറ്റിയടിച്ച് വാസ്തു നോക്കി വീടിൻ്റെ ആ സ്ഥലത്തിൻ്റെ സർവതോമുഖമായ ഐശ്വര്യം ഗുണപ്രദായനമായ സ്ഥലമാണോ എന്ന് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ സാധാരണ വീട് വയ്ക്കുന്നത്. ഈ വീട് നമുക്ക് എന്നെന്നും നമുക്ക് ഒരു തലമുറയല്ല, അടുത്ത അനന്തര തലമുറകൾക്ക് തന്നെ നല്ലത് കിട്ടിക്കൊണ്ടിരിക്കണം. ആ വീട്ടിൽ സമ്പൽ സമൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മളെ എന്നും സൗഭാഗ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ഇതല്ലേ എല്ലാവരും പ്രതീക്ഷിക്കണേ. അത് അങ്ങനെ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ കണക്കുണ്ടാക്കുന്നത്. ഈ കണക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഓരോ സ്ഥലങ്ങളിലും ഇന്ന മുറികൾ, ഇന്ന വാതിലുകൾ, ജനലുകൾ, ഇതൊന്നും പറ്റാത്തവർക്ക് ചിലപ്പോൾ ചില സുഷിരങ്ങൾ ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എനർജിയെ അതിൻ്റെ വഴിക്ക് ശരിയാക്കി എടുത്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അതൊക്കെ നമ്മൾ നോക്കും. അങ്ങനെയാണ് സാധാരണ ഒരു വാസ്തു കൺസൾട്ടൻറ്റ് ചെയ്തു കൊടുക്കുന്നത്. അതല്ല നമ്മൾ ചെന്ന് നോക്കി ആ വീട് കണ്ടു, ഇയാൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, 1500 സ്ക്വയർ ഫീറ്റ് വേണം, അല്ലെങ്കിൽ 1020. ഈ സ്ക്വയർ ഫീറ്റിന് നമ്മുടെ മനസ്സിലിരിക്കുന്ന കണക്ക് വെച്ചിട്ട് ആ പ്ലാനിൽ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ആ പ്ലോട്ടിൽ ചെയ്യാൻ പറ്റിയ വീട് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ വാസ്തുവിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ശരിക്കും അയാളുടെ പേഴ്സണൽ വാസ്തു നോക്കണം, അയാളുടെ നക്ഷത്രം നോക്കണം, വീട്ടുകാരുടെ ഭാര്യയുടെയോ ആരുടെയെങ്കിലും നക്ഷത്രം, അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ കണക്കുണ്ടാക്കുന്നത്. ഇത് മറ്റൊരു ജനതയ്ക്ക്, അതായത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴും ഇത് ഗുണകരമായിരിക്കണം. അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യണം. കൂട്ടിയോജിപ്പിക്കുക, അതായത് വീടുകളിൽ പല മുറികൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതിൻ്റേതായ സ്ഥാനങ്ങൾ, അതിനകത്ത് ഇപ്പോൾ പണ്ട് കാലത്തില്ലാത്ത ബാത്റൂം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാത്റൂം. പണ്ട് കാലങ്ങളിൽ പണ്ടത്തെ 4 കെട്ട് 8 കെട്ട് അങ്ങനെ ശാലാവിധികളിലൊന്നും ബാത്റൂം ഇതിനോടുകൂടെ പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ അടുക്കളയും കക്കൂസും എല്ലാം നമ്മുടെ വീടിനുള്ളിലാണ്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വീട്ടിൽ നമ്മൾ പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നവർ, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും എല്ലാം കഴിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകണം. അതാണല്ലോ നമ്മൾ വാസ്തുവിൽ ഒരു ക്രിയേറ്റിവിറ്റി, ആ വാസ്തുവിൽ ഉണ്ടാക്കുന്ന ക്രിയേറ്റിവിറ്റി. അതുകൊണ്ട് നമുക്ക് ഗുണപ്രദമായ രീതിയിൽ വേണം വരുത്താൻ. അപ്പോൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പ്ലോട്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന അന്തരീക്ഷത്തിൽ, അതിൻ്റെ ഈ വീട് വച്ചതിന് ശേഷം നമ്മൾ ചുറ്റുപാടുമുള്ള വൃക്ഷലതാദികൾ, നമുക്ക് ഗുണകരമായ വൃക്ഷങ്ങളും ചെടികളും എല്ലാം വെച്ചു കൊടുത്ത് തൊട്ടടുത്തുള്ള ജലാശയങ്ങളുണ്ടെങ്കിൽ ആ ജലാശയത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മളിത് ഇത് ചെയ്തെടുക്കണം, കണക്ക് കൂട്ടിയെടുക്കണം. അതായത് പിന്നെ ഈ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ പരിഹരിക്കാൻ എന്താണ് മാർഗം? പരിഹരിക്കാൻ നമ്മളത് കണക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വീട്ടിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം പ്രധാനമായിട്ട് അഗ്നികോണിലോ കന്നിമൂലയിലൊക്കെ ചിലപ്പോൾ തെറ്റുകളൊക്കെ വരാം. കക്കൂസ് കുഴിയോ അല്ലെങ്കിൽ മറ്റ് കിണറോ ഇതൊന്നുമില്ലെങ്കിൽ സ്റ്റെയർ കേസ് കൊണ്ട് വടക്കിഴക്ക് മൂല വയ്ക്കുക, ഇതൊക്കെ വച്ചുപോയി. ചിലപ്പോൾ അറിയാതെ അവർ വെച്ചു, ഒരു എൻജിനീയറിൻ്റെ പ്ലാൻ വെച്ചിട്ട് നമ്മൾ ചെയ്തു. ചിലപ്പോൾ വാസ്തു നോക്കാത്ത ആൾക്കാർ ഇതെല്ലാം ചെയ്തു. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരികയാണെങ്കിൽ നമ്മളതിന് ചെറിയ ലഘു പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കും. ലഘു പരിഹാരങ്ങൾ വെച്ചിട്ട് ഇവരുടെ സമ്പദ്ഘടന വർദ്ധിപ്പിച്ച് പിന്നെ തീർത്തും മാറ്റാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. അത് കൂടുതലും ഞാൻ ചെയ്തു കൊടുക്കുന്നതെന്ന് പൊളിക്കാതെ, കൂട്ടിച്ചേർക്കലില്ലാതെ, പോക്കറ്റിൽ വലിയ പോകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഇത് പോകേണ്ടതാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളോട് അവരോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കൊരു സമ്പത്ത് വന്നു കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങൾ മാറ്റണം, ഇന്ന കണക്കുകൾ ചേഞ്ച് വരുത്തണം. കാരണം എന്നാലേ നമുക്കിവിടെ എന്നെന്നും ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ഐശ്വര്യം വരാനാണല്ലോ നമ്മളിതെല്ലാം ചെയ്യണത്. അതെ.